സുഹൃത്തുക്കളെ, അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരാളുടെ ജീവിതത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. ആൾ മറ്റാരുമല്ല, അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ എല്ലാമായ ശ്രീ ആൻഡ്രു കുയിലാട്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആദ്യമായി താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ നാടക ജീവിതത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ നാടക ലോകത്തേക്ക് താങ്കൾ ആകൃഷ്ടനായതും ചെന്നുപെട്ടതും? പണ്ട് നമ്മളൊക്കെ ഏകദേശം ഒരു 9, 8 പഠിക്കുമ്പോൾ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സിനിമ സ്റ്റാറിനേക്കാളും മൂല്യമുള്ള ഒരു സമയമായിരുന്നു അത്. അന്ന് സ്റ്റേജിൽ കയറി ഒരു നാടകം കളിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, നമുക്ക് വലിയൊരു അന്തസ്സായിരുന്നു അത്. ഒരുപാട് ആൾക്കാർ നമ്മൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംഭവമായിരുന്നു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ സ്കൂൾ ജീവിതകാലത്താണോ നാടകത്തിലേക്ക് ആകർഷണമായത്? അവിടെ നിന്നാണോ താങ്കളുടെ തുടക്കം? പക്ഷേ സ്കൂളുകളിലൊന്നും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലൊന്നും നാടകങ്ങളൊന്നും ഞാൻ കളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ 8, 9 നമുക്ക് അവസരം കിട്ടിയത് പള്ളിയിലും അമ്പലങ്ങളിലൊക്കെയാണ്. അങ്ങനെ ഇത് നമുക്ക് വളരെ ഒരു താല്പര്യം തോന്നി. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ, 1, 2 വേഷങ്ങളൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മൾ ഒരു ആക്ടറാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു തോന്നൽ വന്നു. എന്ന് വെച്ചാൽ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഒരു ഉത്സവം, ഒരു പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ മുളച്ചു പൊന്തുന്ന അമേച്വർ നാടക ട്രൂപ്പ്, അതിലെ ആണോ ആദ്യം താങ്കൾ എൻട്രി ആയില്ല? ഞാൻ ആദ്യം ചെറിയ ചെറിയ ഏകാംഗങ്ങളിൽ കൂടിയാണ് ഞങ്ങളൊക്കെ നാടകരംഗത്ത് വന്നത്. ആദ്യമൊക്കെ നാടകം അഭിനയിക്കുന്നത് കാണാൻ നമ്മുടെ അപ്പനും അമ്മയും സഹോദരിമാരും അനിയന്മാരും എല്ലാവരും ഒക്കെ വന്നിരുന്നു കാണാൻ. അവർക്കും സ്വന്തം ആള് ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കുന്നത് കാണാൻ അവർക്കും താല്പര്യം ഉണ്ടായി. ഒരു നാടകം കഴിഞ്ഞു, 2 നാടകം കഴിഞ്ഞു, 3 നാടകം കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു ഹരായി മാറി. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഏകാംഗ നാടകം എന്ന് പറഞ്ഞല്ലോ, അക്കാലത്തെ ഇന്നത്തെ യുവതലമുറയുടെ അറിവിലേക്ക് വേണ്ടി ചോദിക്കുകയാണ്, അക്കാലത്തെ ഏകാംഗ നാടകങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഒരു കുടുംബകഥയായിരുന്നോ അതോ സിംബോളിക് ആയിരുന്നോ? അങ്ങനെ ഉള്ള പലതരം നാടകങ്ങളുണ്ടല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാറുള്ള നാടകങ്ങൾ സിംബോളിക് നാടകങ്ങളായിരുന്നു. സാധാരണ ഒരു കുടുംബകഥയായിട്ടുള്ള ഒരു നാടകം കളിച്ചാൽ അവിടെ ഒന്നും കിട്ടില്ല. അവിടെ സിംബോളിക് നാടകം എന്ന് പറഞ്ഞാൽ ആനയും കുറെ പാപ്പന്മാരും മാന്യമഹാജനങ്ങള് ചെന്നായ്ക്കൾ എനിക്ക് ഓർമ്മയുണ്ട്. ചെന്നായ്ക്കൾ. പക്ഷെ ഇതല്ലാത്തൊരു മകുടിയെ കുറിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? മകുടി കളിച്ചതായിട്ട്? മകുടി. അതോടൊപ്പം തന്നെ ചെസ്നാലെ, അത് മാളയിലുള്ള KHM സുബൈർ മാഷ്. ഏകദേശം ഒരു 35 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മയാണ് അത്. അന്നത്തെ ആ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എഴുതിയ ചെസ്നാലെ എന്ന് പറയുന്നത് ഞങ്ങൾ 6-7 സ്റ്റേജ് കളിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് വന്നപ്പോൾ വീട്ടുകാർ ആകെ പേടിച്ചു പോയി. കാരണം വേറെ ഒന്നുമല്ല, ഇവൻ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജീവിതം താറുമാറായി പോകുന്നുള്ള നാടകവും ജീവിതവും കൂടിക്കുഴഞ്ഞ് ജീവിതം ഇല്ലാതെ ആകുകയും നാടകത്തിൽ മാത്രമായി ചെയ്യുന്ന ഒരവസ്ഥ വന്നാലോ അങ്ങനെ ഒരു അവസ്ഥ. പിന്നീട് നമ്മുടെ പ്രായം 18, 19 ആയപ്പോഴേക്കും അമേച്ചർ നാടകങ്ങളിൽ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നടികളെ കൊണ്ടുവരണം, അവർ കൂടി കൊണ്ടുവരലും ഇതൊക്കെ ആയിപ്പോൾ ഒന്നാമത്തെ തന്നെ നമ്മുടെ നാട് അത്രയും ഒരു സിറ്റി അല്ലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് പലതരത്തിലുള്ള സംസാരങ്ങളൊക്കെ ആയി, പ്രശ്നങ്ങളായിപ്പോൾ അങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഇല്ലാണ്ടായി. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, വീട്ടുകാരുടെ നിസ്സഹകരണം നമ്മൾ ഉദ്ദേശിക്കുന്നു? കാരണം താങ്കൾ മൂത്തമാനല്ലേ? മൂത്തമാനാകുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വരും. വീടിനെ നോക്കണം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ ആയിരുന്നു അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും. അതിനിടയ്ക്ക് താങ്കൾ നാടകത്തിലേക്ക് വരുമ്പോൾ, പക്ഷേ ആ കാലഘട്ടത്തിൽ താങ്കളൊരു കാര്യം ആലോചിക്കണം,
നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങി. തിലകൻ്റെ പി ജെ തിയേറ്റേഴ്സിലെ രശ്മി, അങ്ങനെ എൻ പിള്ളയുടെ നാടകങ്ങളുണ്ടായിരുന്നു, ഗർഭപാത്രത്തിൻ്റെ വില, ഈശ്വരൻ അറസ്റ്റിൽ. ഇതൊക്കെ വളരെയധികം ഇന്നത്തെ 100 ദിവസം ഓടിയ സിനിമയേക്കാൾ കൂടുതൽ വിജയിച്ചതും അന്നത്തെ നാടകകലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ വിലയുണ്ടാക്കി കൊടുത്ത നാടകങ്ങളുമായിരുന്നു. എന്നിട്ടും താങ്കളുടെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെന്നതിൽ തെറ്റു പറയല്ല. പക്ഷേ നമ്മുടെ വീട്ടുകാരെന്ന് പറഞ്ഞ അവരൊരു പ്രൊഫഷണൽ നാടകങ്ങളൊന്നും കണ്ടു കാണില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പൊ ഞാൻ ഇതിലൊക്കെ കടന്നു വന്നപ്പോൾ പിന്നെ നമ്മൾ വീട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ പോയി നാടകം കളിക്കില്ല. അതായത് തലേണ വെച്ചിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയുന്ന ഒരു കാലഘട്ടം പോലെ. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ കാണാണ്ടാവുമ്പോ അപ്പൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ 10 മണി കഴിഞ്ഞ ആള് അന്നൊക്കെ വേലിയാണ്, അല്ലാണ്ട് മതിലല്ല, ഏതെങ്കിലും വേലിയുടെ ഉള്ളിലിരിക്കും എന്നെ തല്ലാൻ. അല്ല അത് അപ്പൊ അപ്പൻ കാളവണ്ടിയുടെ കുറ്റി പിടിച്ചിരുന്നാ എനിക്കറിയാത്തല്ലില്ല. ഈ കുറ്റി കൊണ്ട് എന്തായാലും തല്ലിയ എന്റെ പണി ചെറിയ പണിയാണെങ്കിൽ അടി ഉറപ്പ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ ആളെ കാണാണ്ട് ചോറുന്നില്ല, പട്ടിണി കിടന്ന്. കാരണം റിഹേഴ്സലിനൊക്കെ പോകുമ്പോൾ അന്ന് നമ്മുടെ കൂട്ടുകാര് കൂടെ അഭിനയിക്കുന്നവര് ഓരോ ഡയലോഗ് പറയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു എന്താ പറയാ നമുക്കുണ്ടാവുന്ന ഒരു ഉന്മേഷം, അതിലൊക്കെ നമ്മളുടെ ജീവിതത്തിനെ ഒരുപാട് നമ്മൾ ആസ്വദിച്ചിരുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം പല കലാകാരന്മാരും ഈ പട്ടിണിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഇതിപ്പോൾ താങ്കൾ ഇതിൻ്റെ ഗതികേട് കൊണ്ട് പട്ടിണി കിടക്കുന്നു, അല്ലാതെ വീട്ടിലില്ലാതെയല്ല. പക്ഷേ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. പി ജെ തിയേറ്റേഴ്സിൻ്റെ പി ജെ ആൻ്റണിക്ക് ഭരത് അവാർഡ് ആദ്യമായി കിട്ടിയപ്പോൾ അഭിനന്ദിക്കാനായി തിലകനും ചാത്തന്നൂർ മോഹനും വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ അന്ന് കുറച്ച് കടല വേവിച്ചതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭരത് അവാർഡ് കിട്ടിയ പി ജെ ആൻ്റണിയാണെന്ന് ആലോചിക്കണം. അതായിരുന്നു അന്നത്തെ നാടകകലാകാരൻ. ശരി, താങ്കൾ പറയൂ ബാക്കി. പിന്നെ ഇതില് വലിയൊരു കോമഡി കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ കുറെ അമളികൾ എന്ന് പറയാന്ന് പറഞ്ഞാ ഈ നാടകം കർട്ടം വലിക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ പിന്നീട് വന്നപ്പോൾ ഞങ്ങള് പലർക്കും നാടകം പഠിപ്പിക്കാൻ പോയി തുടങ്ങി. അപ്പൊ അതിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അങ്ങനെ നാടകരംഗത്ത്, അതായത് ഏകദേശം ഇപ്പോൾ ഞാൻ ഓർക്കണത് ഒരു 60 നാടകത്തോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഈ 60 നാടകത്തില് 60 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ കൂടുതൽ 80-85 കാലഘട്ടങ്ങളിലായിരിക്കണമല്ലോ. ആയിരിക്കും. അപ്പോ ഈ ഒരു 10-60 ക്യാരക്ടർ ചെറുതും വലുതുമായ നാടകങ്ങളുണ്ട്. ഈ 60ഉം വലിയ നാടകങ്ങളല്ല, 2.5 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ നാടകങ്ങളല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടകത്തിൻ്റെ വിശേഷം. പക്ഷെ ഞാൻ ഇതിൽ പലരും ഇടയ്ക്ക് വെച്ച് അവരവരുടെ ലൈഫിലേക്ക് തിരിഞ്ഞു. ഞാൻ ലൈഫിലേക്കൊക്കെ തിരിഞ്ഞു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഈ സംഭവം കിടക്കണ്ടായി. എന്ന് വെച്ചാൽ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തോട്ട് എത്തിയതുമില്ല ആ രീതിയിലായി. അപ്പോ സാരമില്ല. കലാകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ആത്മസംതൃപ്തി ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് മതി. ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. താങ്കൾക്ക് ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ താങ്കൾ, ഞാൻ പറയുന്നിടത്തോളം, ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. സ്വന്തം ജീവിതത്തിൽ സ്വയം എന്താണ് താങ്കൾ ആഗ്രഹിച്ചത് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളല്ലേ അതിൽ ഏറ്റവും ഉയർന്ന മനുഷ്യൻ. എനിക്ക് അതായത് മറ്റുള്ളവരുടെ മുൻപില് നമ്മളൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് ഇപ്പോഴും മറ്റുള്ളവർ നമ്മളെ കാണുന്നത്. അത് സമ്പത്ത് വെച്ച് അളക്കുന്നവരുടെ കാര്യമല്ല താങ്കൾ പറയുന്നത്. താങ്കളുടെ പോക്കറ്റിന്റെ കനമനുസരിച്ചാണ് താങ്കളുടെ ഒരു നാടക കലാകാരനായതുകൊണ്ട് ഞാൻ പഴയൊരു ഡയലോഗ് പറയാം. നമ്മുടെ ജൂബിലി തിയേറ്റേഴ്സ്, രാജൻ പി ദേവിന്റെ തിയേറ്റേഴ്സ്, ആളുടെ ഒരു കുരുത്തോല കൊണ്ടൊരു കൊട്ടാരം എന്നൊരു നാടകം കണ്ടിട്ടുണ്ടോ? അതിൽ രാജൻ പി ദേവിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. നോട്ടുകെട്ടുകളുടെ വലിപ്പം കൂടുന്തോറും കർത്താവിന്റെ അരികിലേക്കുള്ളത് വഴിയുടെ ദൂരം കുറയുമെന്ന് എന്നെ പഠിപ്പിച്ചവരാ ഈ ഇടവകക്കാരെന്ന്. ഇന്നത്തെ സ്ഥിതി അതിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. നോട്ടുകെട്ടുകളും പോക്കലിലെ ഗാനം ഉണ്ടെങ്കിൽ തങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായേനെ.
ആ കാര്യത്തിൽ താങ്കൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിൽ ചെറിയ ചെറിയ വേദന പോലെ നമ്മുടെ ഉള്ളിലിടയ്ക്ക് കയറി വരുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ വീടുകളിലെ പല കുട്ടികളും മാമുദീസ മുക്കുമ്പോൾ ഈ തലതൊട്ടപ്പനാവണ ഒരു പരിപാടിയുണ്ട്. ആ ഒരു അവസരം എനിക്ക് വരുമ്പോൾ ഇവര് വേറെ ആരെങ്കിലും ആക്കും. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കൊച്ചിന്റെ തലതൊട്ടപ്പനാവണം. അതങ്ങനെ ഒരു ഇമോഷണൽ ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പക്ഷേ അവരുടെ വീക്ഷണകോൺ വേറെയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു താങ്കളെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. താങ്കൾ ആ അഭിപ്രായത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പൊ നമ്മള് ഈ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോ, അതായത് ചിമ്മണി ഡാമില് എഞ്ചിനീയേഴ്സിന്റെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. 82-ലോ 83-ലോ കണ്ടാണ്. അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് ഒരു 17 വയസ്സ് 16 വയസ്സ് 17 വയസ്സ് അതിൽ താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നാടകത്തിന്റെ പേര് പെരുന്തച്ഛൻ. പെരുന്തച്ഛൻ നാടകം ഞാൻ തച്ചനായിട്ട് കളിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഈ കൊച്ചു പിള്ളേരാ. മറ്റുള്ളവരൊക്കെ വലിയ ബസ്സിന് വന്ന് 40-45 വയസ്സായ ആൾക്കാരായിരിക്കുന്നു. പക്ഷെ 2 ദിവസത്തെ നാടകമായിരുന്നു. ആ 2 ദിവസത്തെ നാടകത്തില് മാർക്ക് കിട്ടുമ്പോ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ആക്ടർ ഞങ്ങൾക്ക് കിട്ടി. അതായത് ബെസ്റ്റ് ആക്ടർ കിട്ടി, പിന്നെ ബെസ്റ്റ് ഡയറക്ഷൻ കിട്ടി. പൗലോസ് കുയിലാറിന് ബെസ്റ്റ് ഡയറക്ഷൻ കിട്ടി. ബെസ്റ്റ് ആക്ടർ എനിക്ക് കിട്ടി. നല്ല നാടകത്തിനുള്ള കപ്പും കിട്ടി. അതായത് അവിടെ കിട്ടാവുന്ന കപ്പുകൾ മാക്സിമം ഞങ്ങൾക്ക് തന്നെ കിട്ടി. അങ്ങനെ ആണ് നാടകത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ. പക്ഷെ എന്തായാലും നമുക്ക് എത്ര വേദന വരുമ്പോഴും നമ്മൾ അതിനൊക്കെ നമ്മൾ ഉൾക്കൊള്ള ഒരു നാടക രീതിയിൽ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിന് അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് കപ്പൊക്കെ കിട്ടിയപ്പോ ഉണ്ടായിരുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ മനസ്സിന്റെ. അത് എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് പോകാതെ ഇപ്പൊ നിൽക്കുന്നത്, അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് ഞങ്ങള് ഈ പുല്ലൂർ ITCയിൽ ഒരു ദിവസം മുടങ്ങിയാൽ ഞങ്ങളെ കൊല്ലും അവിടുത്തെ അച്ഛൻ. അങ്ങനെ ഞങ്ങള് അച്ഛനോട് അങ്ങേർക്ക് എന്തോ നാടകത്തിനോടൊരു താല്പര്യം തോന്നി. ആളോട് പറഞ്ഞ് ഞങ്ങൾക്ക് പോവാൻ വണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മഹേന്ദ്ര ജീപ്പ് ഒരു പഴയതുണ്ട്, അതിൽ ഞങ്ങളെ ചിമ്മണി ഡാമിലേക്ക് വിട്ടു. പിറ്റേ ദിവസം നാടകം കഴിഞ്ഞ് വന്നപ്പോ ചോദിച്ചു, നാടകത്തിന് പോയിട്ട് എന്തായാലും വല്ലതും കിട്ടിയ? ഞാൻ പറഞ്ഞു ബെസ്റ്റ് ആക്ടർ കിട്ടി, ബെസ്റ്റ് ഡയറക്ഷൻ കിട്ടി, ബെസ്റ്റ് നാടകത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പൊളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ആഗ്രഹം കൂടി ഉണ്ടാച്ചു, ഞങ്ങൾക്കൊരു ആഹ്ലാദ പ്രകടനം പോലെ നടത്താൻ ആ വണ്ടി ഇന്നും കൂടി കിട്ടിയാന്നല്ലാന്ന്. ആ ഡ്രൈവറെ കൊണ്ട് വിളിച്ചിട്ട് അവരെ കയറ്റി കാര്യം നടത്ത എന്റെ പറീസേട്ടാന്ന് പറഞ്ഞു. കലാഭവൻ ആവേലച്ചന്റെ പോലെ മറ്റൊരച്ഛൻ. അങ്ങനെ ഞങ്ങള് ജീപ്പിന്റെ മുകളിൽ കപ്പൊക്കെ വെച്ച് കെട്ടി. അന്നത്തെ കാലം അതല്ലേ. പിന്നെ നാടകം കളിക്കാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റേജ് വരെ നമ്മൾ കെട്ടേണ്ടി വരും. സ്റ്റേജ് അതൊക്കെ അടയ്ക്കാമറ. അന്ന് ഇന്നത്തെ പോലെ വാർത്തറ്റോ അല്ലെങ്കിൽ കോൺക്രീറ്റോ കരിങ്കല്ലടിച്ച് കെട്ടിയിട്ടുള്ള സ്റ്റേജ് ഒന്നും ഇല്ലല്ലോ. അടയ്ക്കാമരം വെട്ടി കൊണ്ടുവന്ന് കുഴിച്ചിട്ട് സൈഡ് കെട്ടി ഓല കെട്ടി മറച്ചിട്ട് വേണം ഈ അഭിനയിക്കുന്നവർക്ക് കളിക്കാൻ. ഇന്നൊരു പക്ഷേ എവിടെ പോയാലും കാണാൻ കിട്ടാത്ത ഒരു സ്റ്റേജ് അല്ലേ? അതൊരു രസല്ലേ. ഇന്ന് നമ്മുടെ മിക്കവാറും പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ മക്കളെ പാട്ടുകാരിയാക്കാൻ, അഭിനയിക്കുന്ന ആളാവാൻ, ഡാൻസുകാരിയാവാൻ പലതരത്തിൽ അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രചോദനം കാണുന്നു. സത്യത്തിൽ ആ സാഹചര്യം നമുക്കായിരുന്നെങ്കിൽ അന്ന് തബല പഠിക്കാം, ഗിറ്റാർ പഠിക്കാം, അതൊക്കെ വലിയവന്മാർക്കുള്ളതാ. നമുക്കൊന്നുമില്ല. നമ്മുടെ ആ നഷ്ടബോധം നമുക്ക് ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്.
പക്ഷെ അതിന് ഞാൻ മാതാപിതാക്കളെ കുറ്റം പറയുന്നില്ല, കാരണമുണ്ട്. അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് കിട്ടുന്ന തുച്ഛമായ പൈസ ആണ് എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. അങ്ങനെ വരുമ്പോൾ മകനൊന്ന് വലുതായി എന്തെങ്കിലും ഒന്നും ആയി എനിക്കൊരു ആശ്വാസമാവട്ടെ എന്നാണ് അന്നത്തെ എല്ലാ കാരണവന്മാരുടെയും ചിന്ത. അപ്പം അങ്ങനെയുള്ള ചിന്തയുള്ളൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിക്കുമ്പോൾ നമ്മളും അതൊക്കെ. ഇന്നങ്ങനെയല്ല. ഇന്ന് മകനൊരു കഴിവുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാനും എല്ലാം കാരണന്മാർക്ക് ഒരു എന്താ പറയുക, ഒരു മത്സരമാണ്. അടുത്ത വീട്ടിൽ അവൻ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഇവൻ പാട്ട് അറിയില്ലെങ്കിലും തല്ലി പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതം, നാടക ജീവിതത്തെ പറ്റി എനിക്ക് പറയണെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ സിനിമ സീരിയൽ ഇങ്ങനെ സംഭവത്തിലേക്ക് മിക്കവാറും നാടകകലാകാരന്മാർ എടുത്തു ചാടാറുണ്ടല്ലോ. താങ്കൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലേ? കിട്ടാഞ്ഞിട്ടാണോ അതോ താങ്കൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? അതായത് നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. അതെ, നാടകം വേറൊരു ലെവല്, സിനിമ വേറൊരു ലെവല്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തിരി കൂടി മാറിയിട്ടാണ് നിൽക്കണേ. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒരു നാടകക്കാരൻ അവൻ കൈ വെക്കുമ്പോഴും കാല് വെക്കുമ്പോഴും ഒരു ചായ എന്ന് പറയുമ്പോഴും അതിലൊരു നാടകീയത ഉണ്ടാവും. അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ച് മാറ്റിയെടുത്തവരൊക്കെ ഇന്ന് സിനിമ ഫീൽഡിൽ ഉണ്ട്. എങ്കിലും അവരിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയ പ്രഗത്ഭരായ പല നടന്മാരും, നാടകത്തിൽ നിന്ന് വന്ന പ്രഗത്ഭരായ, സിനിമയിൽ പ്രഗത്ഭരായ പല നടന്മാരും അവരഭിനയിക്കുമ്പോൾ അവിടെ ഒരു നാടകത്തിൻ്റെ ഒരു ലേശം, ഒരു അംശം ഉണ്ടായിരിക്കും. അത് കളയാൻ അവർക്ക് പറ്റില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചൊക്കെ പരിശ്രമിച്ച് നോക്കി. പക്ഷേ അതില് സ്റ്റേജിൽ റീടേക്ക് ഇല്ലല്ലോ. സ്റ്റേജിൽ റീടേക്ക് ഇല്ലല്ലോ. അപ്പൊ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഇവര് മിക്കവാറും നാടകത്തിൽ നിന്ന് വരുന്ന ഒരാളൊക്കെ ഡയലോഗ് പഠിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷനുള്ളതിനും വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ചെറിയൊരു നാടകത്തിന്റെ അവരിലേക്ക് കയറി വരും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ പണ്ട് ജയറാം പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്. സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ നാടകനായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോർമലായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും ആളുടെ സംഭാഷണത്തിൽ ഒരു മാറ്റം വരും. നാളെ ഒരു നാടകമുണ്ട്, ഇത് സ്വാഭാവികം സംഭവിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ശ്രമിക്കാതെ ഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞോണം, ഇത് സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്നൊക്കെ പറഞ്ഞ വിദൂരത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണത്. കാരണം ഒരുപാട് വഴി കടമ്പകളതിൽ കടക്കണം. അത് തൽക്കാലം നമ്മളെ കൊണ്ട് കൂട്ടിയൊക്കെ കൂടില്ല. എന്നാലും കുറച്ച് പരിചയങ്ങളൊക്കെ ഉണ്ട്. ആ പരിചയം വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരൊക്കെ ഈ ഫീൽഡിലുണ്ട്. അവരൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ നമ്മൾക്കും രക്ഷപ്പെടാം എന്നുള്ള ഒറ്റ ആഗ്രഹം അല്ലെങ്കിൽ ഒറ്റ ചിന്തയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും എന്നോട് സഹകരിച്ചതിന് എന്തായാലും വളരെ നന്ദി. താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് നമസ്കാരം. ഓക്കെ, നമസ്കാരം.